ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഓൾറെഡി നമ്മൾ 3 മൊഡ്യൂൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മുടെ 4th മൊഡ്യൂളാണ് ജോബ് കോസ്റ്റിംഗ്. എന്താണ് ജോബ് കോസ്റ്റിംഗ്? ഈ ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുള്ളതാണ്. ജോബ് കോസ്റ്റിംഗ് എന്താണെന്നോ അല്ലെങ്കിൽ ബാച്ച് കോസ്റ്റിംഗ് എന്താണെന്നോ എപ്പോഴും 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇറ്റ് മീൻസ് അസർട്ടൈനിങ് കോസ്റ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ജോബ്, വർക്ക് ഓർഡർ ഓർ പ്രൊജക്റ്റ് സെപ്പറേറ്റ്ലി. അതായത് ഓരോ പർട്ടിക്കുലർ ജോലിയുടെയോ അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ വർക്ക് ഓർഡറിൻ്റെയോ അല്ലെങ്കിൽ ഓരോ പ്രൊജക്റ്റിൻ്റെയോ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടെത്തുന്ന ഒരു ടെക്നിക്കാണ് ജോബ് കോസ്റ്റിംഗ്. അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഓരോ ജോബും എന്താണ്, ഓരോ യൂണിറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. എ സെപ്പറേറ്റ് ജോബ് കോസ്റ്റ് ഷീറ്റ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ഫോർ ഈച്ച് ജോബ്. ഓരോ ജോലിക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതുപോലെ ഡ്യൂറേഷൻ ഓഫ് ദ ജോബ് ഈസ് യൂഷ്വലി ഷോർട്ടർ പീരീഡ്. ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജോലിയുടെ ഡ്യൂറേഷൻ, കാലാവധി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഷോർട്ടർ പീരീഡ് ആയിരിക്കും. എ സെപ്പറേറ്റ് വർക്കിംഗ് പ്രോഗ്രസ് ലെഡ്ജർ ഈസ് മെയിൻറ്റെയിൻ ഫോർ ഈ ജോബ്. ഓരോ ജോലിക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വർക്കിംഗ് പ്രോഗ്രസ് ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതുപോലെ പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് ഡിറ്റർമിൻ ഫോർ ഈ ജോബ് ഇൻഡിപെൻഡൻ്റ്ലി. ഓരോ ജോലിയുടെയും പ്രോഫിറ്റ് ഓർ ലോസ്, ഓരോ ജോബിൻ്റെയും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ കണ്ടെത്തും. ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ഇനി അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് അല്ലെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയുള്ള കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളിത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അസർട്ടൈനിങ് കോസ്റ്റ്, ഓരോ ജോലിയുടെ കോസ്റ്റ് എത്രയാണ്, ഓരോ ജോബിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ, അതായത് ഭാവിയിലേക്ക് വേണ്ടിയുള്ള പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ പ്രോഫിറ്റബിൾ ജോബ് ഏതാണ്, അൺപ്രോഫിറ്റബിൾ ജോബ് ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലേ. ഓരോ ജോബിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് ലാഭകരമായിട്ടുള്ള ജോലി, ഏതൊക്കെയാണ് ലാഭകരമല്ലാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ ഡിറ്റക്റ്റീവ് വർക്ക്, അതായത് ഡിഫക്റ്റീവ് വർക്ക്സ് ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് ഡിഫക്റ്റീവ് ആയിട്ടുള്ള ജോലി ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സെല്ലിംഗ് പ്രൈസസ് ഓഫ് സ്പെഷ്യൽ ഓർഡേഴ്സ് ക്യാൻ ഈസിലി ബി ഫിക്സഡ്. അതായത് സ്പെഷ്യലായിട്ട് നമുക്ക് കിട്ടുന്ന ഓർഡറിൻ്റെ സെല്ലിംഗ് പ്രൈസ്, അതിനെ നമുക്ക് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളത് നമ്മളെ സഹായിക്കും, അത് കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ജോബ് കോസ്റ്റിംഗ് ഇൻവോൾവ്സ് മോർ ക്ലറിക്കൽ വർക്ക്. ജോബ് കോസ്റ്റിംഗിൽ ഒരുപാട് ക്ലറിക്കൽ വർക്കുകൾ ഉണ്ടാവാം. ഇത് വളരെ ചിലവേറിയതാണ്. ഓരോ ജോലിയുടെ സെപ്പറേറ്റ് കണ്ടെത്താന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഓക്കെ, ഡസിൻ ഫെസിലിറ്റേറ്റ് കോസ്റ്റ് കൺട്രോൾ. ഇതിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ജോബ് കോസ്റ്റിംഗ് പ്രൊസീജിയർ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കൊട്ടേഷൻ നമ്മൾ റിസീവ് ചെയ്യണം അല്ലേ. ഒരു ജോലി ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആരെങ്കിലും നമുക്ക് ഓർഡർ തന്നാലല്ലേ നമുക്ക് ആ ഒരു ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൊട്ടേഷൻ നമ്മൾ റിസീവ് ചെയ്യണം. അതിന് വേണ്ട ഓർഡറുകൾ റിസീവ് ചെയ്യുക, പ്രൊഡക്ഷൻ ഓർഡർ എടുക്കുക, പ്രൊഡക്ഷൻ ഓർഡർ നമ്പർ അലോട്ട് ചെയ്യുക, അതിനുശേഷം കോസ്റ്റ് റെക്കോർഡ് ചെയ്യുക, ജോബ് കംപ്ലീറ്റ് ആയതിനു ശേഷം പ്രോഫിറ്റ് ആണ് ലോസ് ആണെന്ന് അസർട്ടൈൻ ചെയ്യുക. ജോബ് ഇവാലുവേഷൻ, ഇറ്റ് ഈസ് അസസ്മെൻറ്റ് ഓഫ് ദ റിലേറ്റീവ് വർത്ത് ഓഫ് എ ജോബ് വിത്തിൻ എ കമ്പനി. ഒരു കമ്പനിയിൽ ആ ഒരു ജോലി എത്രത്തോളം വർക്ക്ഫുള്ളാണ് എന്ന് അസസ് ചെയ്യുന്നതിനെയാണ് ജോബ് ഇവാലുവേഷൻ, ജോബിനെ വിലയിരുത്തുക എന്ന് പറയാം. ഇനി ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മിനിമം ആക്സെപ്റ്റബിൾ ഹ്യൂമൻ ക്വാളിറ്റീസ് നെസസറി ടു പെർഫോം എ ജോബ് പ്രോപ്പർലി. ഒരു ജോലി പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ എത്രത്തോളം ഹ്യൂമൻ ക്വാളിറ്റി, ഒരു മനുഷ്യന് എത്രത്തോളം ക്വാളിറ്റി വേണം മിനിമം എന്ന് കണ്ടെത്തുന്ന രീതിയാണ് ജോബ് സ്പെസിഫിക്കേഷൻ. ഇനി സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്, ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് applicable where the work consists of separate job of which is authorized by specific order. അതായത് ഓരോ സ്പെസിഫിക് ഓർഡറിനനുസരിച്ച് ഓരോ പർട്ടിക്കുലർ ജോബ് ചെയ്യുന്ന ടെക്നിക്കിനാണ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് എന്ന് പറയുക കേട്ടോ. ഇനി കോൺട്രാക്ട് കോസ്റ്റിംഗ് വരുന്നുണ്ട്. ഈ ഒരു കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ ചാപ്റ്റർ ബി കോമുകാർക്ക് മാത്രമേ ഉള്ളൂ, ബി ബി എക്കാർക്കില്ല. ഇറ്റ് ഈസ് എ ഫോം ഓഫ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ഇൻ വിച്ച് കോസ്റ്റ് ആർ അട്രിബ്യൂട്ടഡ് ടു ഇൻഡിവിജ്വൽ കോൺട്രാക്ട്. ഓരോ ഇൻഡിവിജ്വൽ കോൺട്രാക്റ്റിനും ഏകദേശം എത്ര കോസ്റ്റ് വരും എന്ന് കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ് കോൺട്രാക്ട് കോസ്റ്റിംഗ്. അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ അത് സൈസ് ലാർജ് ആണ്. അതുപോലെ കോൺട്രാക്റ്റിൻ്റെ ഇറ്റ് സെൽഫ് ഇസ് എ കോസ്റ്റ്. ഓരോ കോൺട്രാക്റ്റിനും നമ്മൾ ഓരോ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ കോൺട്രാക്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ ലോങ് പീരീഡ് ആയിരിക്കും ഇത് കംപ്ലീറ്റ് ആവാനായിട്ട്. അതുപോലെ കോമൺ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആർ അപ്പോർഷൻ ഓവർ ഡിഫറെൻറ്റ് കോൺട്രാക്ട്. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, കോമൺ ആയിട്ട് വരുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ നമുക്ക് അപ്പോർഷൻ ചെയ്യുന്നത് ചിലപ്പോൾ പല പല കോൺട്രാക്റ്റിലോട്ടായിരിക്കും. ഇനി ഇതിൽ വരുന്ന കുറച്ച് ടേമുകളുണ്ട് മക്കളെ, ഇതിന് എന്തായാലും ക്വസ്റ്റ്യൻസ് ബി കോമാർക്ക് വരും. എന്താണ് WIP, വർക്ക് ഇൻ പ്രോഗ്രസ്? WIP എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക കേട്ടോ. ഇറ്റ് ഈസ് എ അൺഫിനിഷ്ഡ് കോൺട്രാക്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് എമൗണ്ട് ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് എമൗണ്ട് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ്. അതായത് ഇത് അൺഫിനിഷ്ഡ് കോൺട്രാക്റ്റിൽ വരുന്നതാണ്. ഒരു വർഷത്തിൻ്റെ അവസാനം ഫിനിഷ് ചെയ്യാത്ത കോൺട്രാക്റ്റുകളിൽ വരുന്ന വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡുമായിട്ടുള്ള ആ മൊത്തം എമൗണ്ടിനെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുക. അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ അണ്ടറിലാണ് വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് വർക്ക് സർട്ടിഫൈഡ് ആൻഡ് അൺസർട്ടിഫൈഡ്, അങ്ങനെ എഴുതിയാലും കറക്റ്റാണ് കേട്ടോ.
ഇനി എന്താണ് വർക്ക് സർട്ടിഫൈഡ്, എന്താണ് വർക്ക് അൺസർട്ടിഫൈഡ് നോക്കാം. ദ സെയിൽസ് വാല്യൂ ഓഫ് വർക്ക് കംപ്ലീറ്റഡ് ആസ് സർട്ടിഫൈഡ് ബൈ ദ ആർക്കിടെക്ട് ഈസ് നോൺ ആസ് വർക്ക് സർട്ടിഫൈഡ്. അതായത് ഇപ്പോൾ നമ്മളൊരു വീട് പണിയാൻ ഒരു കോൺട്രാക്ടറിന് കൊടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ചിലപ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ വീടിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, പണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമുക്കത് നോക്കിയാൽ മനസ്സിലാവില്ല എത്ര എമൗണ്ടിനെ കംപ്ലീറ്റ് ചെയ്തെന്ന്. അപ്പോൾ നമ്മളൊരു ആർക്കിടെക്റ്റിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ എഞ്ചിനീയറെ വിളിച്ചിട്ട് നമ്മൾ എത്രത്തോളം രൂപയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങും. അതിനെയാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുക. ചിലപ്പോൾ ഒരു 7 ലക്ഷം രൂപയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ആർക്കിടെക്ട് നമുക്കൊരു 5 ലക്ഷം രൂപയുടെ സർട്ടിഫിക്കേഷൻ മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ബാക്കി 2 ലക്ഷം നമുക്ക് തന്നിട്ടില്ലല്ലോ, പക്ഷേ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറയുക. ഇറ്റ് മീൻസ് വർക്ക് വിച്ച് ഹാസ് ബീൻ ക്യാരിഡ് ഔട്ട് ബൈ ദ കോൺട്രാക്ടർ ബട്ട് ഹാസ് നോട്ട് ബീൻ സർട്ടിഫൈഡ്. കണ്ടോ, ആർക്കിടെക്ട് കോൺട്രാക്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രാക്ടർ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക്, പക്ഷേ ആർക്കിടെക്ട് എന്ത് ചെയ്തിട്ടില്ല, ഇപ്പോഴും അത് സർട്ടിഫൈ ചെയ്തിട്ടില്ല. അതാണ് വർക്ക് അൺസർട്ടിഫൈഡ്. അടുത്താണ് റിട്ടൻഷൻ മണി. ദ അൺപെയ്ഡ് ബാലൻസ് ഓഫ് വർക്ക് സർട്ടിഫൈഡ് ഓർ ദ എമൗണ്ട് ഹെൽഡ് ബാക്ക് ഓർ റീറ്റെയിൻ ബൈ ദ കോൺട്രാക്റ്റി ഈസ് നോൺ ആസ് റിട്ടൻഷൻ മണി. അതായത് കോൺട്രാക്റ്റി എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് കൊടുക്കുന്ന ആളാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്, അതായത് 10 ലക്ഷം രൂപയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺട്രാക്ടറിന് നമ്മൾ ചിലപ്പോൾ 10 ലക്ഷം കൊടുക്കേണ്ടി വരും. പക്ഷേ കോൺട്രാക്റ്റ് ഇല്ലേ, പുള്ളിക്കാരൻ എന്ത് ചെയ്യില്ല, ഈ 10 ലക്ഷം കൊടുക്കൂല. ചിലപ്പോൾ അയാൾ 10 ലക്ഷം കൊണ്ട് പോയി പിന്നെ ഈ പണി ചെയ്യാൻ വന്നില്ലെങ്കിൽ അവർ പെട്ടുപോകില്ലേ. അപ്പോൾ അതെന്ത് ചെയ്യും, 10 ലക്ഷം രൂപയുടെ ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും 10 ലക്ഷം കൊടുക്കാതെ ഒരു 2 ലക്ഷം റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കി ഒരു 8 ലക്ഷം ചിലപ്പോൾ കോൺട്രാക്ടറിന് കൊടുക്കുള്ളൂ. എന്നാലേ ആൾ നാളെ വരുള്ളൂ പണിക്ക്, ഈ പൈസ കൊണ്ട് നിൽക്കണ കാരണം. അപ്പോൾ അങ്ങനെ കോൺട്രാക്റ്റി ഫുൾ എമൗണ്ടും കൊടുക്കാതെ കോൺട്രാക്റ്റിയുടെ കയ്യിൽ റീറ്റെയിൻ ചെയ്ത് വെക്കും. അതിനെയാണ് റിട്ടൻഷൻ മണി എന്ന് പറയുക കേട്ടോ. ഇനി ജോബ് കോസ്റ്റിങ്ങും കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ജോബ് കോസ്റ്റിങ്ങിൽ നമുക്ക് ഓരോ ജോബിനെയും കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കോൺട്രാക്റ്റിൽ ഓരോ കോൺട്രാക്റ്റും കോസ്റ്റ് യൂണിറ്റ് ആണ്. ജോബ് വർക്ക് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ എ ഫാക്ടറി. ഫാക്ടറിക്കകത്താണ് ജോബ് നടക്കുക, കോൺട്രാക്റ്റ് സൈറ്റിലാണ് നടക്കുക. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹയർ ദാൻ അണ്ടർ കോൺട്രാക്റ്റ്. അതായത് കോൺട്രാക്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്താണ്, വളരെ കൂടുതലാണ്. പക്ഷേ കോൺട്രാക്റ്റിലാണെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആർ ലോവർ ദാൻ ഡോസ് അണ്ടർ ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ജോബ് കോസ്റ്റിംഗ് ടേക്ക് ലെസ് ടൈം. ജോബ് കോസ്റ്റ് ഷോർട്ടർ പീരീഡ് ആണല്ലേ, കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കോൺട്രാക്റ്റിന് ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കും. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ് ബൈ ദ ഇൻഡിവിജ്വൽ കണ്ടീഷൻ ആൻഡ് ജനറൽ പോളിസിയൊക്കെ നമ്മളിവിടെ ഇൻഫ്ലുവൻസ് ആവാം. അവിടെയാണെങ്കിൽ സ്പെസിഫിക് ക്ലോസുകൾ മാത്രമേ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. അടുത്താണ് പ്രോസസ് കോസ്റ്റിംഗ്. ഇത് BComനും BBAക്കും കൂടിയുള്ള ഒരു ടോപ്പിക്കാണ് പ്രോസസ് കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ് ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് അറ്റ് ഈച്ച് പ്രോസസ്. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ ഉണ്ടാക്കണമെങ്കിൽ അതിന് പല പല പാർട്സുകൾ നമ്മൾ എന്ത് ചെയ്യും, അസംബിൾ ചെയ്തിട്ടാണ് ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ അതിന് പല പല പാർട്സുകൾ പല പല സ്ഥലത്തായിരിക്കും ഉണ്ടാക്കുക. അപ്പം അങ്ങനെ ഓരോ പ്രോസസ്സിലും ഓരോ പ്രക്രിയയ്ക്കും വരുന്ന കോസ്റ്റ് ഓരോ സ്റ്റേജിൽ കണ്ടെത്തുന്ന രീതിയാണ് പ്രോസസ് കോസ്റ്റ്. അപ്പോൾ ഓരോ പ്രോസസ്സിലെയും ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ട കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന രീതിയാണ് പ്രോസസ് കോസ്റ്റിംഗ്. അതിൻ്റെ ഫീച്ചേഴ്സ് അത് കണ്ടിന്യൂസ് ആണ്, അത് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, ഹോമോജീനിയസ് ആണ്, അത് 2 or more പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. അതുപോലെ തന്നെ പ്രോസസ്സിങ് സ്റ്റേജ് നോട്ട് ഡിസ്റ്റിങ്വിഷബിൾ ആണ്. ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, ഒരു പ്രോസസ്സിൻ്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രൊഡക്റ്റിൻ്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് വരെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ ആവറേജ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് സിമ്പിളാണ്, ചിലവ് വളരെ കുറവാണ്. പ്രോസസ്സിൻ്റെ കോസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഹിസ്റ്റോറിക്കലാണ്, ഓൾറെഡി കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോസസ് വരാനായിട്ടുള്ള ഡിഫിക്കൽട്ട്, വേസ്റ്റ്, സ്ക്രാപ്പ്, ഇതൊക്കെ നമുക്ക് എന്താണ് വാല്യൂ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യൂ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. നോട്ട് ആക്യുറേറ്റ്, അത്രയും കൃത്യതയായിട്ടുള്ള ഒരു രീതിയല്ല. ആവറേജ്, ശരാശരിയുടെ അടിസ്ഥാനത്തിലല്ലേ കോസ്റ്റ് കണ്ടെത്താൻ. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ടുള്ളതല്ല നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്ത 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് പ്രോസസ് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. പ്രോസസ്സിൽ പ്രൊഡക്ഷൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കും, ജോബിലാണെങ്കിലോ ആ ഒരു കസ്റ്റമറിൻ്റെ ഓർഡർ അനുസരിച്ച് മാത്രമേ അത് നടക്കുള്ളൂ. ഇനി പ്രോസസ്സിൽ പ്രൊഡക്ഷൻ ഈസ് ഫോർ സ്റ്റോക്ക്, അല്ല സ്റ്റോക്കിന് വേണ്ടിയിട്ടാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്, എവിടെയാണെങ്കിലോ നോട്ട് ഫോർ സ്റ്റോക്ക്. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടായിരിക്കും, പക്ഷേ ജോബ് കോസ്റ്റിങ്ങിലാണെങ്കിലോ ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. ഇനി ഓൾ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ആർ ഹോമോജീനിയസ്. നമ്മുടെ പ്രോസസ് കോസ്റ്റിങ്ങിൽ ഉണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഒരേപോലെയുള്ളവയാണ്, പക്ഷേ ഈച്ച് ജോബ് ഈസ് ഡിഫറെൻറ്റ്. ജോബ് കോസ്റ്റിങ്ങിൽ ഓരോ ജോലിയും ഡിഫറെൻ്റ് ആണ്. ഇനി പ്രോസസ്സിൽ ദർ ഈസ് റെഗുലർ ട്രാൻസ്ഫർ ഓഫ് കോസ്റ്റ് ഓഫ് വൺ പ്രോസസ് ടു അനദർ പ്രോസസ്. ഒരു പ്രോസസ്സിലെ കോസ്റ്റ് മറ്റൊരു പ്രോസസ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെ അങ്ങനെ ട്രാൻസ്ഫർ ഒന്നുമില്ല. ഇനി ഈച്ച് ജോബ് ഈസ് സെപ്പറേറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതേഴ്സ്. അതായത് പ്രോസസ്സിൽ ഓരോ ജോബും സെപ്പറേറ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്.
പ്രൊഡക്റ്റ് ലോസ് ദെയർ ഇൻഡിവിജ്വൽ എൻഡേഴ്സ് ആൻഡ് ദേ ആർ മാനുഫാക്ചർ ഇൻ എ കണ്ടിന്യൂസ് ഫ്ലോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. അതായത് ഫസ്റ്റ് കിടക്കുന്ന ജോബ് കോസ്റ്റിങ്ങിൻ്റെ ഡിഫറൻസ് ആണ്, സെക്കൻഡ് ഇപ്പുറത്തെ കോളത്തിൽ കിടക്കുന്നത് പ്രോസസ് കോസ്റ്റിങ്ങിനെയാണ് കേട്ടോ. അടുത്താണ് നോർമൽ ലോസ്. എന്താണ് നോർമൽ ലോസ്? ഇതും പ്രോസസ് കോസ്റ്റിങ്ങിൽ വരുന്ന കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ദിസ് ഈസ് എ ലോസ് വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻഹറൻറ്റ് നേച്ചർ. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ലോസിനെയാണ് നോർമൽ ലോസ് എന്ന് പറയുക. ഇപ്പോൾ നമ്മളൊരു വണ്ടിയിൽ കുറച്ച് വെള്ളം കൊണ്ടുപോകുകയാണെങ്കിൽ ആ വെള്ളം എന്തായാലും നമുക്ക് ലീക്കായി പോകും. അത് നോർമൽ ലോസാണ്, അത് എന്തായാലും സംഭവിക്കും അല്ലേ? കാരണം ആ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു സാധനത്തിൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്കത് ഉറപ്പായിട്ട് സംഭവിക്കും. അതാണ് നോർമൽ ലോസ്. പക്ഷേ അബ്നോർമൽ ലോസ് അങ്ങനെയല്ല, അത് അൺഎക്സ്പെക്റ്റഡാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. മനസ്സിലായോ? അതായത് ഇനി ലോസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വെള്ളം കൊണ്ടുപോകുമ്പോൾ അതിനകത്തൊരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടല്ലേ ആ ഹോൾ വഴി വെള്ളം പുറത്തോട്ട് പോയത്. അത് അൺഎക്സ്പെക്റ്റഡ് ആണ്, പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വന്ന സംഭവമാണ്, നമ്മൾ ശ്രദ്ധിക്കാതെ അബ്നോർമൽ കണ്ടീഷൻസിലൊക്കെ വരുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു സ്ഥാപനം, ഒരു ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവാം, മെറ്റീരിയൽ സബ്സ്റ്റാൻഡേർഡ് ആവുക, ആക്സിഡൻറ്റ് ഉണ്ടാവുക, ഇതൊക്കെയാണ് അബ്നോർമൽ ലോസ്. ഇനി അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നോർമൽ ലോസ് പ്രതീക്ഷിച്ചു, നോർമലി ആ പ്രൊഡക്റ്റിന് അത്രയും നഷ്ടം വരും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷെ അത്രയും വന്നില്ലെങ്കിലോ നമുക്കത് അബ്നോർമൽ ഗെയിനാണ്. ഇനി ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങും ബികോമുകാർക്ക് മാത്രമുള്ളതാണ്, BBA-ക്കാർക്കില്ല. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഡിസൈൻ ടു ഫൈൻഡ് ഔട്ട് കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ഓർ റെൻഡറിങ് എ സർവീസ്. ഒരു സേവനം നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സേവനം സർവീസ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ് കണ്ടെത്തുന്ന രീതിയാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. അതിനെയാണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ എക്സാമിന് വാട്ട് ഈസ് സർവീസ് കോസ്റ്റിംഗ് എന്ന് ചോദിച്ചാലും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ചോദിച്ചാലും ബോത്ത് ആർ സെയിം. ഈ കണ്ടിന്യൂസ് ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് സർവീസ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ അതിന് വരുന്ന ടോട്ടൽ കോസ്റ്റാണ് കണ്ടിന്യൂസ് ഓപ്പറേഷൻ കോസ്റ്റ്. വാട്ട് ഈസ് കോസ്റ്റ് ഷീറ്റ്? കോസ്റ്റ് ഷീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, BCOM-നും BBA-ക്കും കോസ്റ്റ് ഷീറ്റ് ഉണ്ട്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് വേരിയസ് കമ്പോണൻറ്റ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് പല പല കോസ്റ്റുകളുണ്ട് അല്ലേ? ഈ പല പല കോസ്റ്റുകൾ നമ്മൾ കാണിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡീറ്റെയിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിനെയാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുക. അതിൻ്റെ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ കോസ്റ്റ് കണ്ടെത്താനായിട്ട് പറ്റും. സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ നമുക്ക് പറ്റും. പ്രൊഡക്ഷൻ പോളിസി നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുലേറ്റ് ചെയ്യാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ചെലവ് കണ്ടെത്താം, കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ കോസ്റ്റ് ഷീറ്റ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. ഇനി ബാച്ച് കോസ്റ്റിംഗ് ഉണ്ട്. അതായത് ബാച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പല പല ബാച്ചുകളായിട്ടായിരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഓരോ ബാച്ചിൻ്റെയും കോസ്റ്റ് എത്രയാണെന്ന് കണ്ടെത്തുന്നതാണ് ബാച്ച്. നമ്മളിപ്പോൾ ഒരു സോപ്പോ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ പുറത്തുണ്ടാവും ബാച്ച് നമ്പർ. അതിന് അർത്ഥം ഒരു സ്ഥാപനത്തിൽ തന്നെ ചിലപ്പോൾ എന്താവും, ഓരോരോ ബാച്ച് ഉണ്ടാവും. ഇപ്പോൾ സോപ്പിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ, സോപ്പിന് എന്തെങ്കിലും ഡിഫക്റ്റ് വന്നാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് ബാച്ചിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ ബാച്ചിലെ എംപ്ലോയിനെ നമുക്ക് പൊക്കാൻ പറ്റും. മനസ്സിലായി? അതാണ് ബാച്ച് കോസ്റ്റിംഗ്. യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ് ടു അസർട്ടെയിൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1000 പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് ഒരൊറ്റ യൂണിറ്റിനെ കോസ്റ്റ് കണ്ടെത്തുന്ന രീതിയാണ് യൂണിറ്റ് കോസ്റ്റിംഗ്. അടുത്താണ് നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഇത് ബഡ്ജറ്റിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഇത് മൊഡ്യൂൾ 5 ആണ്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ മൊഡ്യൂൾ 5 ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.